ഇന്ത്യ ചൈനയുമായിട്ടൊരു പുതിയ ബന്ധത്തിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. കാരണം അവിടെ നിന്ന് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അധികം വൈകാതെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് നരേന്ദ്രമോദിയും ചൈനയിലേക്ക് പോകുന്നുണ്ട്. ഈ ട്രംപിനെ തോൽപ്പിക്കാനായിട്ട് ചൈനയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടെന്ന് പറയുന്നത് അത്ര ശാശ്വതമാകും? ഇല്ല, നമുക്ക് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇവിടെ വന്നത് ഒരു ശുഭകരമായ ഒരു ലക്ഷ്യം വെച്ചിട്ടാണെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ചൈന ബോർഡർ തർക്കങ്ങളുടെ ഒരു ഹയർ ലെവലിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ആദ്യം വളരെ ലോവർ ലെവലിലുള്ള ബോർഡർ ഇഷ്യൂസ് ആയിട്ട് അവിടുത്തെ രണ്ട് സൈഡിലെയും ആർമി ഓഫീസേഴ്സാണ് ചർച്ച നടത്തിയിരുന്നെങ്കിൽ അത് പിന്നെ ഓരോ ലെവൽ ഇൻക്രീസ് ചെയ്ത് ചീഫുമാർ വരെ എത്തി. പിന്നെ ഇരു രാഷ്ട്രങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ വരെ സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് ഇപ്പോൾ അത് എത്തിയതാണ്. അപ്പം അതിന് നമ്മൾ ഒരു പൊടുന്നനെ വന്ന ഒരു സന്തോഷകരമായ കാര്യമായിട്ട് നമുക്ക് കണക്കിൽ കൂട്ടാൻ പറ്റില്ല. കാരണം അത് മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഒരു വലിയ ടോക്ക് എന്നുള്ളത് കവിഞ്ഞ് ഇന്ത്യ ചൈന ട്രേഡ് ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു ടോക്കായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല. അത് ഇന്ത്യക്ക് നടത്തണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതിൻ്റെ കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ട്രേഡ് ഡെഫിസിറ്റിൽ വളരെ അന്തരമുണ്ട്. നമ്മൾ കൂടുതൽ സാധനങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങുകയും നമ്മുടെ സാധനങ്ങൾ കുറച്ച് അവർ വാങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പലപ്പോഴും നിലനിന്നിട്ടുള്ളത്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവരുടെ പ്രോഡക്ട്സ് പലതും ചീപ്പാണ്. അവർക്ക് അവരുടെ അത്രയും ചീപ്പായിട്ട് ഇന്ത്യയിൽ അത് ഉണ്ടാക്കാൻ കഴിയില്ല. മറ്റൊന്ന്, അവർക്ക് അതിനൊക്കെ റോ മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളും സംഘടിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ബാറ്ററി അടക്കം അല്ലെങ്കിൽ ചിപ്പുകൾ അടക്കമുള്ള പല സാധനങ്ങളും ചൈനയ്ക്കാണ് നമ്മളെ കൂടുതൽ സഹായിക്കാൻ കഴിയുക. അപ്പോൾ ആ വിധ പ്രശ്നങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടെ അത് നിലനിൽക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് പരിഹരിക്കുക ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് കയറ്റി അയക്കാന്ന് വെച്ചാൽ അത് അവർ വാങ്ങിക്കുകയില്ല, അവർക്കതിന് താല്പര്യമില്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവർക്ക് സ്ഥിരം മാർക്കറ്റുകളുണ്ട്. അത് അവർ ലോക്കൽ പ്രൊഡക്ഷനും സ്ഥിരം മാർക്കറ്റുകളുമുണ്ട്. അതുവഴി അവർ പരിഹരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ഒരു ഷിഫ്റ്റ് വരുത്തി അത് ഇന്ത്യക്ക് ഗുണകരമാകുന്നതിൽ അവർക്കും വലിയ താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഇന്ത്യ എന്നും അവരുടെ കണ്ണിൽ ഒരു ലോകശക്തിയാകുന്നതിനോട് വലിയ താല്പര്യം. അവരും ഇപ്പോൾ അമേരിക്കയുടെ ഒരു കണ്ണുരുട്ടൽ അല്ലെങ്കിൽ ഒരു അതീശത്വം കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് മസിൽ പവർ കാണിക്കുന്നു എന്നതിൽ കവിഞ്ഞ്, പ്രത്യേകിച്ച് പിന്നെ പുടിനുമായിട്ടുള്ള ബന്ധം, പുടിൻ്റെ നിർദ്ദേശവും കൂടെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അവർ ഒരു ഇന്ത്യ ഫ്രണ്ട്ഷിപ്പിന് തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളതെന്നാണ് പലരുടെയും വിശകലനം, പല എക്സ്പേർട്സിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ചൈനയെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ചൈനയ്ക്ക് പൂർണ്ണമായിട്ട് ഇന്ത്യയെ സഹായിക്കണമെന്നുള്ളൊരു മനസ്സും എത്തേണ്ട സ്റ്റേജിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. കാരണം നമ്മൾ രണ്ടും കോമ്പറ്റീറ്റേഴ്സാണ്. പിന്നെ മറ്റൊരു കാര്യം, ചൈനയും അമേരിക്കയും ഏതാണ്ട് നമുക്ക് ശത്രുതയായിട്ട് തന്നെ വളരെ നാളുകളായിട്ട് നിന്നിരുന്ന രാഷ്ട്രങ്ങളാണ്. ആദ്യമായിട്ട് US-നാണ് ഒരു മനംമാറ്റം വന്നതും നമ്മളുമായിട്ടൊരു അടുപ്പം വന്നതും. അത് നമ്മൾ കുറേ ഉപയോഗിച്ച് മുന്നോട്ട് പോയപ്പോൾ ചൈനയ്ക്ക് കൂടുതൽ പക നമ്മളോട് വരുന്ന സാഹചര്യവും ഉണ്ടായി. ഇന്ത്യ ഒരു പക്ഷേ ചൈനയുടെ അമേരിക്കയുടെ ഒരു ഫ്രണ്ട്ലി കൺട്രിയായി വന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊരു ഭയവും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പല വിധത്തിലുള്ള ഇഷ്യൂസ് ബോർഡറിൽ ഒരടി മുന്നോട്ട് രണ്ടടി പുറകോട്ട്, രണ്ടടി മുന്നോട്ട് ഒരടി പുറകോട്ട് എന്നുള്ള രീതിയിലുള്ള ചില തത്വങ്ങളൊക്കെ ആയിട്ട് വന്നത്. എന്താ, നമ്മൾ ബോർഡർ ഇഷ്യൂവിൽ കുറേ പരിഹാരങ്ങൾ വന്നിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ ഉള്ള ഒരു പ്രശ്നമാണ് ഈ മൻമോഹൻ ലൈൻ എന്ന് പറയുന്നത്. അത് സായിപ്പ് വരച്ച ലൈനാണ്. ആ ലൈന് ചൈന അംഗീകരിക്കുന്നില്ലെന്നാണ് അവരുടെ പരിപാടി. ഇന്ത്യയും പിന്നെ ചൈനയുമായിട്ട് എന്തെങ്കിലും ബോർഡർ ഉണ്ടോ? ആ ബോർഡർ ഉണ്ടെങ്കിലേ ഞങ്ങൾ അംഗീകരിക്കും. നമ്മൾ തമ്മിലൊരു എഗ്രിമെൻറ്റും ഇല്ലല്ലോ. സായിപ്പ് ഉണ്ടായിരുന്ന കാലത്ത് സായിപ്പ് ഇത് ചൈനയാണെന്ന് ഇത് ഇന്ത്യയാണെന്നൊക്കെ പറഞ്ഞ് മൻമോഹൻ വന്നൊരു വരയൊക്കെ വരച്ച് ആ വരയും കുറിയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് പിന്നെ നമ്മുടെ 7 സിസ്റ്റേഴ്സ് ഞങ്ങളുടെ ഫിംഗേഴ്സാണ്, അതുകൊണ്ട് അതിലോട്ടൊന്നും കയറി കളിക്കേണ്ട. അരുണാചൽ പ്രദേശ് പൂർണ്ണമായിട്ടും ഞങ്ങളുടേതാണെന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം അവർ നമ്മളെ ശല്യം ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ടാണ്. അതൊക്കെ ഞങ്ങളുടെ ഭാഗങ്ങളാണ്. ഈ മൂക്ക് ചപ്പിയ ജനതയെ മുഴുവൻ ഞങ്ങളുടേതായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ബോർഡറിലുള്ള മിക്ക സംസ്ഥാനങ്ങളിലെയും ആൾക്കാർ ഞങ്ങളുടേതാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവർ ഒരു മംഗോളിയൻ പിന്നെ ഒരു ആകൃതിയും രൂപവും ഒക്കെ ഉള്ളവരെല്ലാം ഞങ്ങളാണ് എന്നുള്ള രീതിയിലാണ് അവർ ഇപ്പോഴും കാണുന്നത്. ആ ഭൂപ്രദേശം മുഴുവൻ ഞങ്ങളുടേതാണെന്നൊക്കെയാണ്. അപ്പം അതൊക്കെ പരിഹരിച്ച് നമ്മളൊരു ഓർഡറിലാക്കി വരുന്നതേ ഉള്ളൂ. അതിനൊരു നല്ല എഗ്രിമെൻ്റാണ് ആദ്യം ആവശ്യം. ഇതാണ് ഇന്ത്യയുടെ ബോർഡർ, ഇതാണ് നിങ്ങളുടെ ബോർഡർ എന്ന് പറഞ്ഞൊരു ബോർഡർ ലൈൻ ഉണ്ടാക്കുന്നത് തന്നെ വലിയൊരു പ്രധാനപ്പെട്ട ജോലിയാണ്. പക്ഷെ എന്നാലും നമുക്ക് ചൈനയെ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസ്യതയിൽ എടുക്കാൻ പറ്റുമോ? കാരണം പണ്ടും നമുക്ക് വിശ്വാസങ്ങളെല്ലാം തകർത്തെറിഞ്ഞിട്ടുള്ളവരാണ് ചൈന. അപ്പൊ ആ ഒരു പാരമ്പര്യം അവര് തുടർന്നുകൊണ്ടേയിരിക്കും. ചൈന എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ രാഷ്ട്രമാണ്, നമുക്ക് പറയാലോ. നമ്മൾ ജനാധിപത്യ രാഷ്ട്രം. അപ്പൊ ചൈന എന്ന് പറയുന്നത് ഏകാധിപത്യം എന്ന് മാത്രമല്ല, സ്വേച്ഛാധിപതി, ഒന്നാന്തരം ഒരു സ്വേച്ഛാധിപതി അവിടെ നിൽക്കുകയാണ് ഷീ ജിൻപിങ്. അദ്ദേഹത്തിന്റെ മരണം വരെ ഒരു പക്ഷേ അദ്ദേഹം ഈ പദവി പിടിച്ച് നിർത്തണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അവിടെ ഇലക്ഷൻ ഇല്ല, അവിടെ ഏക പാർട്ടിയാണുള്ളത്, ജനങ്ങളുടെ അവകാശങ്ങൾക്കൊന്നും ഒരു വിലയില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഉയരാൻ സാധിക്കുന്നത്. കാരണം വളരെ പീഡനങ്ങൾ അനുഭവിച്ചാണ് അവിടുത്തെ ജനവിഭാഗങ്ങൾ പലരും കഴിഞ്ഞു പോകുന്നത്. അതിൽ അവർക്ക് അതൃപ്തിയും ഒക്കെ ഉണ്ട്, പക്ഷേ നിവൃത്തിയില്ല. പക്ഷെ അവരുടെ ആഹാരവും ഭക്ഷണവും ഒക്കെ അത്യാവശ്യം ഷെൽട്ടറും ഒക്കെ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ്. എന്തായാലും അവരുടെ ഉദ്ദേശം ലോകത്തെ ഒന്നാം ശക്തിയാകുക എന്നുള്ളത്. 2030 US ആണോ ചൈനയാണോ ഒന്നാം ലോകശക്തി എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ. പല എക്കണോമിസ്റ്റുകളും ഡിപ്ലോമാറ്റുകളും വരെ പറയുന്നത് ചൈന 2030 ഒന്നാമതെത്തും, രണ്ടാമത് USA ആയിരിക്കാം, മൂന്നാമത് ഇന്ത്യ ആയിരിക്കാം. അപ്പം ഈ ക്രമത്തിൽ പോകുന്നത് തന്നെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മൂന്നാമത് വരുന്നത് അമേരിക്കയ്ക്കും താല്പര്യമില്ല, ചൈനയ്ക്കും താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. ഈ ഫൈറ്റിൻ്റെയൊക്കെ പ്രധാന കാരണം അതാണ്. നമ്മൾ പണ്ടത്തെ കൂട്ട് 11ാമതോ 10ാമതോ ഒക്കെ രാഷ്ട്രമായിട്ട് കിടക്കുകയാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാണ്. നമ്മളിപ്പോൾ മൂന്നാമതോ, നമ്മൾ 4ാമത്തിൽ നിന്ന് 3ാമതിലേക്ക് കയറാനുള്ള ശ്രമമാണ്. ജർമ്മനിയെ വേണമെങ്കിൽ നമുക്ക് GDP-യിൽ കവർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കവർ ചെയ്താൽ ഒരുപക്ഷെ 2029 മുമ്പായിട്ട് നമ്മൾ മൂന്നാം ലോകശക്തിയായി വന്നേക്കാം. പക്ഷെ അതിന് വിലങ്ങുതടി ഇടുന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ട്രേഡ് തീരുമാനങ്ങളിലെ തിരിച്ചടികളും ഒക്കെ. അത് നമ്മൾ പരിഹരിക്കുന്നത് എങ്ങനെയെന്നുള്ള വിധത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ചൈനയും കൂടെ നിർത്തേണ്ടത് ആവശ്യമുണ്ട്. പൂർണ്ണമായ ട്രേഡ് നടന്നില്ലെങ്കിലും ഒരു സൗഹൃദ സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട്. അമേരിക്കയുടെ വെല്ലുവിളികളെ നേരിടാനായിട്ട് ചൈന, ഇന്ത്യ, റഷ്യ, ബ്രസീൽ, ഇറാൻ അച്ചുതണ്ടൊക്കെ നമുക്ക് രൂപീകരിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ടും ചൈനയെ നമുക്ക് വിശ്വസിച്ച് അമേരിക്കയിലേക്കുള്ള ട്രേഡുകൾ ചൈനയിൽ നടത്തി നമുക്ക് ആദായം കണ്ടെത്താമെന്നുള്ള, അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് മാറ്റാമെന്നുള്ള ഒരു സിദ്ധാന്തം വിജയിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇവരുടെ കൂടിക്കാഴ്ചകൾക്കൊന്നും തന്നെ കൂടിക്കാഴ്ചകൾക്ക് പ്രസക്തിയുണ്ട്. അത് അന്തർദേശീയ തലത്തിൽ പ്രസക്തിയുണ്ട്. റഷ്യ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം റഷ്യ, ഇന്ത്യ, ചൈന അച്ചുതണ്ട് ഇവിടെ വ്യാപിച്ചാൽ അത് ഏഷ്യയിലെ ഒരു വലിയ ശക്തിയായിരിക്കും. ആ ഏഷ്യയിലെ ഒരു വലിയ ശക്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ഭീതി ഉണ്ടാക്കുന്നതായിരിക്കും. പുടിൻ്റെയും ആഗ്രഹം അതാണ്. നാറ്റോ രാജ്യങ്ങൾ അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് റഷ്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിന് ഞങ്ങൾക്കിവിടെ വേറൊരു വേരുണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു ഏഷ്യ ഏതാണ്ട് പൂർണ്ണമായി വരുന്ന ലോകത്തിലെ 2 വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രങ്ങൾ ഒക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് പുടിൻ്റെ ഒരു തന്ത്രമാണ്. അപ്പം അങ്ങനെ പുടിൻ്റെയും കൂടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഇന്ത്യ ചൈന ബന്ധം വളരെയധികം മെച്ചപ്പെട്ടത്. നമുക്കറിയാമല്ലോ അതൊക്കെ. അപ്പം ആ മെച്ചപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം കുറച്ചുകൂടെ വിപുലപ്പെടുത്തി കൊണ്ടുപോവുക. അമേരിക്കയെ കുറച്ചുകൂടെ അവരിങ്ങോട്ട് നമ്മളെ പ്രഷറൈസ് ചെയ്യുമ്പോൾ നമ്മളും അങ്ങോട്ട് പ്രഷറൈസ് ചെയ്യുക. ഒരു പക്ഷേ നമ്മൾ ഡോളറിന് ബദലായിട്ടൊരു സംവിധാനം ഉണ്ടാക്കുമെന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാക്കുക എന്നുള്ളത് കഴിഞ്ഞ് കൂടുതലൊന്നും നമ്മൾ ചെയ്യാൻ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ട്രംപ് ഇനി ഒരു 3.5 വർഷം കഴിഞ്ഞാൽ, 3.5 വർഷം തന്നെ ഇല്ല, അത് കഴിയുമ്പം മാറും. പിന്നെ വരുന്ന പ്രസിഡന്റിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാവണമെന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അടുത്തത് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് തന്നെ ആയിരിക്കണം അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും അടുത്ത പ്രസിഡന്റ്. അതല്ലെങ്കിൽ മറ്റൊരു പ്രസിഡന്റ് വന്നാൽ പോലും അത് ഇന്ത്യക്ക് ഇത്രയും പ്രതികൂലമാകാൻ വഴിയില്ല എന്നുള്ളതാണ് അസസ്മെന്റ്. അതുകൊണ്ടാണ് ഇന്ത്യ കൂടുതൽ പിണക്കാതെ മുന്നോട്ട് നീങ്ങുന്നത്. ആ പിണക്കാതെ മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ അർത്ഥം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അമേരിക്കയുമായിട്ടൊരു നല്ല ബന്ധം കീപ്പ് ചെയ്യണം, അവരുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് മെച്ചപ്പെട്ട് തന്നെ പോകണം എന്നുള്ളതാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.